സാറേ, നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ. ആഗ്രഹിക്കുന്നതെന്തും സ്വന്തമാക്കാനുള്ള കഴിവുണ്ട്, അതിനുള്ള പണമുണ്ട്. പക്ഷേ എന്റെ മോൾക്കും സൂര്യ സാറിനും ഒരു വസ്ത്രം എടുക്കണമെങ്കിൽ പോലും സുദേവൻ നാട് നീളെ നടന്ന് തെണ്ടണം. നാണമില്ലാതെ കൈ നീട്ടണം. അതിനൊന്നും മടിയില്ല സാറേ. എന്റെ മോളും അവളുടെ ഭർത്താവും സന്തോഷിക്കുന്നത് കാണാൻ ഞങ്ങൾ കൊണ്ടുവന്നതാ ഇതൊക്കെ. അതില്ലാതാക്കി കളയാൻ എങ്ങനാടോ തോന്നിയേ? എന്റെ മോള് തന്നോട് എന്ത് തെറ്റാ ചെയ്തേ? പറയ്, പറയാൻ. താനെന്റെ ഭർത്താവിന്റെ ഷർട്ട് കയറി പിടിക്കുമല്ലേ? അയ്യോ അച്ഛാ, സൂര്യ, നീ ആരാടാ എന്റെ മകളുടെ ഭർത്താവിനെ തല്ലാൻ? നീ ആരാടാ ഇവളെ തല്ലാൻ? ആരാന്നോ ചോദിച്ചേ? ഈ നാണം കെട്ട വർഗത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിനക്ക് എന്നെയും എന്റെ മക്കളെയും കരിവാരി തേക്കണോ അല്ലേ? നാണം കെട്ട വർഗേ ഇവരല്ല, നിങ്ങളാ. അന്തസ്സില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മരുമകനെ ചുമതലപ്പെടുത്തിയപ്പോ ആലോചിക്കണമായിരുന്നു. അത് കണ്ടുപിടിക്കാനും ചോദ്യം ചെയ്യാനും ഇവിടെ ആണുങ്ങളുണ്ടെന്ന്. അത്രയ്ക്ക് ചങ്കുറ്റം നിനക്കുണ്ടെങ്കിൽ നീ ഒന്ന് തൊട്ടു നോക്കടവനെ. തൊട്ടു നോക്ക്. ആ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കണ്ട. നിങ്ങളുടെ മുമ്പിലിട്ട് തെരുവ് പട്ടിയെ പോലെ ഞാൻ ഇയാളെ തല്ലി ചതയ്ക്കാൻ പോവാ. തൊടടവനെ, തൊട. വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. ഞങ്ങൾക്ക് മതിയായി. സുദേവ, വേണ്ട സാറേ. ഇത്രയും കാലം എന്റെ മോളൊരു നരകത്തിലാ നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ഞാൻ അവളെ നിർബന്ധിച്ചു. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സ്വന്തം അനുജത്തിമാരെ കൂടി ബാധിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. യതീന്ദ്ര സാറും സൂര്യ സാറും നന്നായി പെരുമാറുന്നുണ്ടല്ലോ, അത് പോരെ നിനക്ക് ജീവിക്കാനെന്ന് ചോദിച്ചു. പക്ഷേ ഇപ്പോഴാ സാറേ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. എന്റെ മോളെ ഇതിനകത്തിട്ട് എല്ലാരും കൂടി കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നെന്ന്. മോളെ നന്ദിനി, അച്ഛനോട് പൊറുക്കടി മോളെ. ഇനി ഒരു നിമിഷം പോലും അച്ഛൻ നിന്നെ ഇവിടെ നിർത്തില്ല. ഈ മൃഗങ്ങളുടെ നടുവിന്ന് ഇപ്പൊ ഇറങ്ങണം നീ. നമുക്കിങ്ങനെ ഒരു ബന്ധം വേണ്ട മോളെ. എല്ലാം അവസാനിപ്പിച്ച് നമുക്ക് പടിയിറങ്ങാം. വാ വാ മോളെ. இன்னும் பல வீடியோக்களை காண சன் லைஃப் சேனலை சப்ஸ்கிரைப் பண்ணுங்க.